എന്താണ് സുഖല്ലേ? നീ എവിടെയായിരുന്നു? ഞാനേ ഇലക്ഷനൊക്കെ തോറ്റപ്പോ സത്യം പറഞ്ഞ നാട് വിട്ടാണ് തോന്നി. അല്ല എന്താ ആരും ഇല്ലല്ലോ ഇവിടെ. എല്ലാരും പോയി. ആശാനൊക്കെ ആകെ ധർമ്മസങ്കടത്തിലായിരുന്നു. എന്ത് പറ്റി? ഒരു വിധത്തിലാണ് ആശ്വസിപ്പിച്ച് വിട്ടിരിക്കുന്നത് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ട്. എന്തു പറ്റിയെന്നാ? ഇലക്ഷൻ തോറ്റ നീ അറിഞ്ഞല്ലേ? നീ അന്ന് നാട് വിട്ടല്ലേ? നീ ഇതിപ്പോ തല പൊട്ടിയത് എനിക്ക് അപ്പഴേ തോന്നി, അതാ ഞാൻ പെട്ടെന്ന് പോയത്. പൊട്ടി പാളീസായി. നീ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല അവിടെ ഒരു ഫ്ലക്സ് കണ്ടായിരുന്നല്ലോ. ആ അത് ശരി. അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. ഞാനും നിന്റെ മറ്റേ ചങ്കുണ്ടല്ലോ ഉണ്ണിക്കണ്ണൻ, അല്ല ഉണ്ണികൃഷ്ണൻ, അവൻ തന്നെ. അവൻ എൻ്റെ അടുത്ത് വന്നിട്ടൊരു ഐഡിയ പറഞ്ഞു. നമ്മുടെ മെമ്പർക്ക് ഇട്ടിട്ടൊരു പണി പണിയാൻ വേണ്ടിട്ട് ഫ്ലെക്സ് വെക്കാന്ന് പറഞ്ഞു. ദേവകി മെമ്പറിന്. ഞാൻ എന്താ ചെയ്ത് അവന്റെ വാക്കും വിശ്വസിച്ചിട്ട് കൂട്ടുനിന്ന് വെച്ച് ആശാൻ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എന്നിട്ടെന്താ ഈ കാലം പിടിച്ചിട്ട് ലാസ്റ്റ് കയറി. അല്ല പറയണോ നീ പ്രശ്നമൊക്കെ നടത്തിയ ആളാണ്. അവൻ പോയി. എന്തിന്? അജയണ്ണന്റെ അടുത്തേക്ക്. ആരുടെ അടുത്തേക്ക്? അജയണ്ണൻ, തമിഴ്നാട് അജയണ്ണൻ. ഓ അങ്ങനെ. അവനിനി അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് തിരിച്ചു വരുള്ളൂ പറയണ്ടായിരുന്നു. ആണല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. അല്ല കഴിക്കാൻ പോവാ. ഇപ്പോഴാ? ആ ഇന്ന് നാട്ടിലെത്തിയല്ലുള്ളൂ. അവിടുത്തെ വാ വാ പോവാ. മന്തി കഴിക്കാൻ വാടാ. വാ. ഹലോ. ആ എടാ ഞാനിവിടെ എത്തിയിട്ടുണ്ട് ലൊക്കേഷനെ. ആ ഓക്കെ വായോ. ആ ഹലോ ചേച്ചി. ഹായ്. കൊറേ മെസ്സേജ് എന്തായിരുന്നു പേര്? എന്റെ ഒരു ബീപ്പാത്തു. ആ വ്ലോഗർ ബീപ്പാത്തു അല്ലേ? യെസ് യെസ്. കുറേ നാളുകൊണ്ട് എനിക്ക് മെസ്സേജ് അയക്കായിരുന്നല്ലോ. ആ ഞാൻ കൊറേ മെസ്സേജ് അയച്ചു. ഫൈനലി അതെ ഫൈനലി കേട്ടോ. എന്താണ് ഇങ്ങനെ ഒരു എന്നെ മെസ്സേജ് അയക്കണം, ഇങ്ങനെ ഒരു വ്ലോഗറിലേക്ക് ആവണം? എനിക്ക് ഇൻസ്പിറേഷൻ റാണി ചേച്ചി തന്നെയാണ്. എന്റെ വ്ലോഗ്സ് ഒക്കെ കാണാറുണ്ട് ഒരുപാട്. എപ്പോഴും കാണും. ഓക്കെ പാത്തു, എനിക്ക് പാത്തുനോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. നിങ്ങളൊരു വ്ലോഗർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊരു വ്ലോഗർ ആയി ആണല്ലേ ചേച്ചി? അപ്പം അതിനു വേണ്ടി ഇപ്പം ആസ് എ വ്ലോഗർ എന്ന രീതിയിൽ, അതായത് എക്സ്പീരിയൻസ്ഡ് വ്ലോഗർ എന്ന രീതിയിൽ എനിക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാനുള്ളൂ. ഷുവറായിട്ട് പറഞ്ഞു തരും. ഉറപ്പൻ പറഞ്ഞു തരും. അതായത് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് മനഃശക്തിയാണ്. ആണല്ലേ? അതെ അതെ അതെ. ബിക്കോസ് നമുക്ക് ഒത്തിരി നെഗറ്റീവ് കമന്റ്സ് വരും. ഒരുപാട് പേര് നമ്മളെ ട്രോളും. ഇപ്പം നോക്ക്, എനിക്ക് 4.5 മില്യൺസിൽ പുറത്തുണ്ട് ഫോളോവേഴ്സ്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 5 മില്യൺ ആയി. അപ്പം ഈ ഒരു 5 മില്യൺ ആയപ്പോൾ ഞാൻ ഒത്തിരി വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുണ്ട്. കുറേ നെഗറ്റീവ് കമന്റ്സും സ്വാഭാവികം. അതെ, കുറേ ട്രോൾസും അങ്ങനെ കുറേ സംഭവങ്ങൾ എനിക്ക് വന്നു. അപ്പം എനിക്ക് മോളോട് പറയാനുള്ളത്, ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. ഒത്തിരി വേഴ്സ്റ്റ് സിറ്റുവേഷൻസ് കാണും. ഇതെല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തിയാണ്. ആൻഡ് വൺ തിങ്, ആസ് ആൻ ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ നമുക്ക് വേണ്ടത് നമ്മുടെ ഈ സൊസൈറ്റി ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ, എല്ലാ ആഴ്ചയിലും നമ്മൾ ഓരോ ഷോപ്പ് ഇനോഗ്രേഷന് പോകണം. അത് നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റാണ്. നമ്മൾ ഷോപ്പ് ഇനോഗ്രേഷൻ ചെയ്യുകയെന്ന് വെച്ചാൽ കാശ് കിട്ടുന്നത് വേറൊരു സൈഡ്, ഫെയിം കിട്ടുന്നത് വേറൊരു സൈഡ്. പക്ഷെ ആ ഇനോഗ്രേഷനിൽ കൂടെ നമ്മൾ എത്തിക്കുന്നത് നമുക്ക് ഇവിടെ ഉള്ള എല്ലാവരും ഒരുപോലെയാണ്. നമുക്ക് ആ ഒരു സ്നേഹം, മനസ്സിലായോ? അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ പഞ്ച്വൽ ആയിരിക്കണം. അവർ 10 മണി എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് 10 മണിയാകുമ്പോൾ അവിടെ എത്തണം. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങള്. കായബജി കഴിച്ചിട്ടേ. കായബജി. എടാ ഈ ചായക്കൊക്കെ 15 രൂപയാണ്. പിന്നെ അധികാരം മാറിയില്ലേ? ഇനി കൂട്ടിക്കോളും, ആ ഉറപ്പാണ്. എടാ അത് റാണിയല്ലേ? അപ്പൊ ഒരു കൊച്ചുണ്ടല്ലോ, അതേത് കൊച്ചി? എന്തോ ചുറ്റിക്കളുണ്ടാ. നീ റാണി പോയി. പിന്നെ നീ ഒരു കാര്യം ചെയ്യും, നീ നേരെ അങ്ങോട്ട് പോകും. എന്താ നടന്നെന്ന് അറിയാം. അപ്പൊ ആ കൊച്ചിനെ ചോദിക്കും. ഞാൻ റാണിയുടെ അടുത്ത് ചോദിക്കും. അല്ലല്ല, നീ ആ കൊച്ചിനെ അടുത്ത് പോകും. നീ കൂടി വാ. ഞാൻ വരാം. തല്ലി വാങ്ങി തരരുത് കേട്ടാ. എന്റെ നമ്പർ ഉണ്ടല്ലോ കയ്യില. സോ അപ്പം ഇടയ്ക്ക് വന്നാൽ മതി. ഞാൻ ഇതേപോലെ നല്ല നല്ല ടിപ്സ് പറഞ്ഞു തരാം. 5 മില്യൺ ആവുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണല്ലോ. അപ്പം അതിന് നല്ല ടൈം എടുത്തു ഞാൻ. സോ അതിനുള്ള ടിപ്സ് നന്നായിട്ട് പറഞ്ഞുതരാം. അങ്ങനെ ബീപ്പാത്തു വ്ലോഗർ വലിയൊരു വ്ലോഗർ ആവട്ടെ. സോ അത്രയേ ഉള്ളൂ. ഓക്കേടാ, ശരി. അപ്പം അടിപൊളിയാക്കി കേട്ടോ. റാണി. സുജിത്തേട്ടാ, നീ എന്താ ഇവിടെ? സുജിത്തേട്ടൻ എന്താ ഇവിടെ? ഒന്നുമില്ല. ഇതാരാ? അതെന്റെ ഒരു ആരാധിക. നിനക്കോ? എന്താ എനിക്ക് ആരാധകന്മാര് പറ്റും? അല്ല അങ്ങനല്ല, റാണിയുടെ ആരാധിക ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ. സുജിത്തേട്ടൻ ഭയങ്കര ആരാധിക ആയിരുന്നല്ലോ എന്റെ. അത് പണ്ടല്ലേ? ഇപ്പോഴോ? അല്ല കുഴപ്പമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചല്ലേ. അതാണ്. എന്താ ഇവിടെ? അല്ല ഞാൻ ചുമ്മാ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ വന്നാണ്.
സുഖമായിരിക്കണം വീട്ടിലെല്ലാവരും? ഞാൻ അങ്ങോട്ട് ചോദിക്കണ്ടായിരുന്നു, ഇപ്പൊ വീട്ടിലോട്ടൊന്നും കാണാറില്ലല്ലോ, എന്തേ? അതെന്താണെന്നറിയോ, ആശാനില്ലേ, ആശാൻ ഈ അവസ്ഥയിൽ കാണാൻ വയ്യ, അതാണ് പിന്നെ വരാതിരിക്കും. അമ്മ ജയിച്ചതിന്റെ കുശുമ്പ് കൊണ്ടല്ല. അങ്ങനെയൊന്നുമില്ല. പോട്ടെ. പോവണ്ട, കുറച്ചുപേരും കൂടെ. എന്തായാലും വീട്ടിലോട്ട് വരുന്നില്ലല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിരിക്കാം. ഇല്ല, ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്, ഞാൻ പോട്ടെ. പോണോ? ശരി, കാണാം. ഓക്കെ. കുട്ടി, ആരാ? ഞാൻ ദാസ്, സഹായ ദാസ്. എല്ലാവരും സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ പരിപാടി. അതിന് ഞാൻ നമ്മുടെ MDUൻ്റെ ജനറൽ സെക്രട്ടറി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അല്ല, കുട്ടി നമ്മുടെ റാണിമോളായിട്ട് സംസാരിക്കുന്നുണ്ടോ? ഓ, അത് റാണിമോള് ഞാൻ നമ്മുടെ ഭയങ്കര ഫാനാ. ആണോ? ആ, ആണോ? എനിക്ക് ഇൻഫ്ലുവൻസർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ റാണി ചേച്ചിയായിട്ട് അങ്ങനെ കണക്ട് ചെയ്തിട്ട് വന്നതാ. ആണോ? അങ്ങനെ ഇന്ന് ഞങ്ങൾ മീറ്റ് ചെയ്തു ഫൈനലി. ഒരുപാട് സന്തോഷമുണ്ട്. ടിപ്സ് ഒക്കെ കുറിച്ച് പറഞ്ഞു തരുമായിരുന്നു. ഞാനാണ് ടിപ്സ് ഒക്കെ മെയിൻ ആയിട്ട് പറഞ്ഞു കൊടുക്കാറ് റാണിമോള്. ആണോ? പറഞ്ഞില്ല? ചേട്ടാ പറഞ്ഞതാ. ഓ സോറി, പറഞ്ഞു തരുമോ എന്തെങ്കിലും? പിന്നെന്താ, അതിനല്ലേ ഞാൻ വന്നിരിക്കുന്നേ. അപ്പൊ ഇൻഫ്ലുവൻസർ ആവണം, അതെ അതെ, വൈറലാവണം. ഭയങ്കര ആഗ്രഹം. വൈറലാക്കും. അതായത് ഇപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ടിയാണ് വിജയിച്ചിരിക്കുന്നത്. അവര് പ്രഖ്യാപനം കൊണ്ടുവന്നിരുന്നു. ഓർമ്മയുണ്ടോ? അതായത് ബസ്സിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് യാത്ര ചെയ്യാം. ഓർമ്മയുണ്ട്, ഈ ഇടക്കിറക്കിയതാണ്. കുട്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു KSRTC ബസ്സിൽ കൈ കാണിക്കുക, കയറുക. അപ്പൊ അവര് ടിക്കറ്റിന് പൈസ വയ്ക്കും. കൊടുക്കരുത്, കൊന്നാലും കൊടുക്കരുത്. പറയണം. എന്ത് പറയണം? ഫ്രീ ആയിട്ട് യാത്ര ചെയ്യണമെന്ന് പറയണം. അപ്പൊ അവരെന്നെ ഓടിച്ചിട്ട് വൈറലാവണ്ടേ? അതിനെ കുറച്ച് കഷ്ടപ്പാടുണ്ട്. നടക്കും. ഇനി ഈ പറഞ്ഞ കാര്യം റാണിമോളായിട്ട് ഡിസ്കസ് ചെയ്യണ്ട. വേണമെങ്കിൽ ഒന്ന് പറഞ്ഞ ശരിയാവും. കാരണം ഓരോരുത്തർക്കും ഓരോ ഐഡിയ ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അവിടെ വർക്കൗട്ട് ആവുന്നു, ഇവിടെ വർക്കൗട്ട് ആവുന്നു, ഇവിടെ വർക്കൗട്ട് ആവുന്നു, അവിടെ ധൈര്യമായിട്ട് പോകും. അപ്പൊ ഈ ഐഡിയാസ് ഒക്കെ ചേട്ടനാണോ പറഞ്ഞത്? ആണല്ലേ? അതെ അതെ, നല്ല കൈ. അപ്പൊ ധൈര്യമായിട്ട് പോകാം. പിന്നെ വൈറലായി കഴിഞ്ഞാൽ നമ്മളൊന്നും മറക്കരുത്. ഇല്ല, ഒരിക്കലും ഇല്ല ചേട്ടാ. ചേട്ടനെ എപ്പോഴും ഓൾ ദ വെരി ബെസ്റ്റ്. എന്താടാ? ഞാൻ സംസാരിച്ചു. ഞാൻ റാണിനെ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പൊ റാണി പറയണതേ അത് അവളൊരു ഫാൻ ഗേൾ ആണ്, അങ്ങനെ അങ്ങനെ ഒരേ ചടപ്പ്, ഭയങ്കര പൊങ്ങച്ചൻ പറഞ്ഞ പോലെ. അത് നീ പോയിട്ട് നീ എന്താ സംസാരിച്ചേ? ഇവള് മറ്റേ ഇൻഫ്ലുവൻസർ ആവാൻ നടക്കുക. റാണിയുടെ അടുത്ത് ഉപദേശത്തിന് വേണ്ടി പോയതാ. അതാണ് ഞാൻ പിടിച്ച് സംസാരിച്ച് സർക്കാർ ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു. എടാ, അതിന് നിയമം വന്നിട്ടില്ലല്ലോ. നീ അവളുടെ അടുത്ത് പോയിട്ട് അവിടെ ചെന്നിട്ട് ഒരു ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. ടിക്കറ്റ് എടുക്കുമ്പോൾ പൈസ ചോദിക്കുമല്ലോ. അപ്പോൾ അവളോട് പറയണം സർക്കാർ സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് ടിക്കറ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, യാത്ര ഫ്രീ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളത് അവരോട് സമ്മതിക്കില്ല. അപ്പോൾ ഇവളോട് അതൊരു വീഡിയോ എടുത്ത് ചെയ്യാൻ പറഞ്ഞു. അത് പ്രശ്നമാവില്ലേ? ഇഷ്ടാവണല്ലോ, അതിന് വേണ്ടിയിട്ടല്ലേ ചെയ്തത്. അതൊരു മണ്ടത്തി കൊച്ചാണല്ലോ. പാശാന് നമ്മുടെ കുറച്ച് കാര്യമാവും. ദേവിക മെമ്പർക്ക് ഇട്ട് പണിയും കിട്ടാൻ. ഒരു വെടിക്ക് രണ്ട് പക്ഷി പോലെ റാണിക്കിട്ടൊരു കൊട്ടു. നമ്മളാരും ഡൗട്ട് അടിക്കില്ല. ആ മണ്ടത്തി പെണ്ണ് ചെയ്യും. ഞാൻ അത്രയും മോട്ടിവേറ്റ് ചെയ്തിട്ട് വിട്ടില്ലേ. എടാ, അവൾക്ക് ഇൻഫ്ലുവൻസർ ആവണം, അതാണ് അവളുടെ പൂതി. അതിനാണ് നമ്മളെ ഇവിടെ പോയി കണ്ടത്, റാണീനെ. മനസ്സിലായോ? നീ എപ്പോ സംസാരിച്ചേക്കണേ? ഞാൻ പറഞ്ഞു കൊടുത്തു, റാണിക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത് ഞാനാന്ന് പറഞ്ഞു കൊടുത്തു. അത് വിശ്വസിച്ച് അറിയണ്ട കാര്യമായിട്ട് പറഞ്ഞു. അല്ല, അപ്പൊ നീ പറഞ്ഞു തരുന്നത് KSRTC ബസ്സിൽ ഇവിടെ കേറിയിട്ട് ഫ്രീ ടിക്കറ്റ് കിട്ടുന്ന പറഞ്ഞിട്ട് കേറുക, എന്നിട്ട് അവിടെ നിന്ന് കേറുക, എന്നിട്ട് ഫ്രീ ടിക്കറ്റിന് വേണ്ടി പൈസ ചോദിക്കും. അപ്പൊ കൊടുക്കില്ല. അപ്പൊ അവള് വീഡിയോ എടുത്ത് ചെയ്യും, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നില്ല എന്ന് പറഞ്ഞു. അവിടെ പ്രശ്നം ഉണ്ടാവും, കത്തും. എങ്ങനെയുണ്ടായിട്ട് ഐഡിയ? നല്ല ഐഡിയ.